ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് തൃശ്ശൂർ ടൗൺ വരെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചേക്കാണ്. സോ മമ്മി കുറെ നാളായി തൃശ്ശൂർ ടൗണിലേക്കൊക്കെ പോയിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഡ്രസ്സൊക്കെ മായി സെറ്റ് ആയിട്ടുണ്ട്. സോ നമുക്ക് നമ്മുടെ മെക്കിയും കുട്ടീനെ എടുത്തുകൊണ്ട് നമുക്ക് തൃശ്ശൂരിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ തൃശ്ശൂർ എത്തിയിട്ടുണ്ട്. സോ മമ്മി ഈ പാത്രങ്ങളൊക്കെ ശരിയാക്കാൻ പറഞ്ഞു. അവിടെ നോക്കിയപ്പോൾ വണ്ടി നിർത്താൻ സ്ഥലം ഇവിടെ കണ്ടോ, ചെറിയ റൂട്ടാണ്. സോ അവിടെ വണ്ടി ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് നമ്മൾ നടന്നു പോകാൻ കേട്ടോ. അപ്പോൾ അതേ നമ്മൾ റോട്ടിൽ കൂടെ ഇങ്ങനെ നടന്നു പോകാൻ കേട്ടോ. സോ തൃശ്ശൂർ ഹൈ റോഡിൻ്റെ ആ ഒരു ഏരിയയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. സോ ഈ AKP സ്റ്റെയിൻലെസ് സ്റ്റീലും പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുന്ന കടയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. സോ ഇവിടെ നിന്ന് വന്ന് നോക്കിയപ്പോൾ അതേ ഇരുമ്പിൻ്റെ പാത്രങ്ങൾ, പിന്നെ അലുമിനിയത്തിൻ്റെ, ബ്രാസിൻ്റെ പാത്രങ്ങൾ, അങ്ങനെ കുറേ പാത്രങ്ങളും സാധനങ്ങളൊക്കെ ഉണ്ട്. സോ എല്ലാം കണ്ടപ്പോൾ മമ്മിക്ക് അത് വാങ്ങിയില്ല എന്ന് പറഞ്ഞ് പിന്നെ അങ്ങനെ ഒരു ചീഞ്ചട്ടിയും കയ്യിലോട്ടയും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ ഇറങ്ങി തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കാർ ഇട്ട് കൊടുത്തേക്ക്. സോ അതിന് ശേഷം നമ്മൾ സൈനപ്പ് കാഷ്വൽസിൽ വന്നിട്ടുണ്ട്. സോ ഇവിടെ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് കാർഗോ പാൻസും ടീഷർട്ടൊക്കെ കിട്ടുമെന്ന് നോക്കാൻ വേണ്ടി നമ്മൾ വന്നിട്ടുണ്ട് സൈനപ്പ് കാഷ്വൽസിൽ. സോ അതേ നമ്മൾ ഉള്ളിൽ കയറാൻ പോവുകയാണ് കേട്ടോ. സോ ഒരു പഴയ വീടിൻ്റെ എടുത്തിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. സോ അതായത് ഞാൻ കുറച്ച് 2 ടീഷർട്ടും പിന്നെ ഒരു പാൻറ്റൊക്കെ മേടിച്ചു. അതിനുശേഷം നമ്മൾ ജൂബിലി മിഷൻ്റെ ഓപ്പോസിറ്റുള്ള നവ്യയുടെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറാമെന്ന് വിചാരിച്ചു. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ തൃശ്ശൂരുള്ള നവ്യ റെസ്റ്റോറൻറ്റിലേക്കാണ്. സോ അവിടുത്തെ കാര്യങ്ങളാണ് ഇന്ന് ഞങ്ങൾ കാണിച്ചത്. സോ എങ്ങനെയാണെന്ന് പറയാം. സോ ഇത് നമ്മുടെ ജൂബിലി മിഷൻ്റെ ഓപ്പോസിറ്റിലാണ് ഈ ഒരു സ്പോട്ട് ഉള്ളത്. സോ നല്ല അടിപൊളിയായിട്ടുള്ള ഏരിയ ആണ്. സോ താഴത്ത് നമുക്ക് നവ്യ പാസ്ട്രീസ്, പിന്നെ ഒരു ബ്രിസ്റ്റോ ഉണ്ട്, പിന്നെ നമ്മുടെ മോളത്തെ റെസ്റ്റോറൻറ്റ്, അതിൻ്റെ പേര് കോക്കി എന്നാണ് കേട്ടോ. സോ നമ്മൾ ഉള്ളിൽ കയറാൻ പോകുന്നത് ഈ മെനു കാർഡും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. സോ വൻ തിരക്കാണ് ഗൈസ്. നമ്മൾ ക്യൂ ഒക്കെ നിന്നിട്ടാണ് നമുക്ക് ഇരിക്കാൻ തന്നെ സ്ഥലം കിട്ടിയത്. നല്ല തിരക്കായിരുന്നു. പിന്നെ ഇതേ കോക്കി റെസ്റ്റോറൻറ്റ് എവിടെ നിന്നാണ് തുടങ്ങിയപ്പോൾ നമ്മുടെ അങ്കമാലിയിൽ കറുകുറ്റിയിലുള്ള സ്ഥലത്താണ് തുടങ്ങിയെന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ നമ്മൾ 2 ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തോളൂ. ചെറിയ റേറ്റ് കൂടുതലായതുകൊണ്ട് നമ്മൾ 2 ചിക്കൻ ബിരിയാണി 150 രൂപയാണ് ചിക്കൻ ബിരിയാണിക്ക്. സോറി, മമ്മിയിട്ട് സെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് ചിക്കൻ ബിരിയാണി. സോ കാണുമ്പോൾ അടിപൊളിയായിട്ടുണ്ട്. സോ ഇനി എന്തായാലും കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ. അപ്പോൾ ഇതേ ഞാൻ ചിക്കൻ പീസ് എടുത്തിട്ട് നമ്മുടെ ചോറിൻ്റെ കൂടെ അങ്ങോട്ട് എടുത്ത് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കാണുമ്പോൾ നല്ല ഇതൊക്കെ ഉള്ള പോലെ തോന്നുന്നുണ്ട്. സോ എന്തായാലും ഞാൻ കഴിച്ചു നോക്കട്ടെ. സോ അതിന് ശേഷം അവർ പപ്പടം കൂടി കൊണ്ടുവന്ന് തന്നു. സോ പപ്പടം കൂട്ടിയിട്ട് ഒരു പിടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ നമ്മൾ വിചാരിച്ച അത്ര ടേസ്റ്റ് ഉണ്ടായാലും ഒരു ആവറേജ് ബിരിയാണി എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനുശേഷം നമ്മൾ ഇറങ്ങുമ്പോൾ താഴത്ത് ഉള്ള ബേക്കറിയിൽ നിന്ന് എന്തെങ്കിലും കുറച്ച് ചിപ്സും കാര്യങ്ങളൊക്കെ മേടിക്കാമെന്ന് വെച്ചാൽ അതും മേടിച്ചു. അപ്പോൾ നമ്മൾ കോക്കിയിൽ ഫുഡൊക്കെ കഴിച്ച് ഇപ്പോൾ നമ്മുടെ അമ്മ വീട്ടിലെത്തിയിട്ടുണ്ട്. സോ അതാണ് നമ്മുടെ അമ്മ വീട്. പിന്നെ അതേ ഇതായിരുന്നു നമ്മുടെ ശരിക്കുള്ള തറവാട്. സോ ഇത് ഏകദേശം മുകളിൽ ഭയങ്കര ചോർച്ചയും കാര്യങ്ങളൊക്കെ ആയപ്പോഴാണ് ഇത് വിറ്റിട്ട് കുറേ സൈഡിൽ പുതിയ വീടായിട്ട് പണിത് കേട്ടോ. കോക്കിയിൽ കഴിച്ചിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു. നമ്മൾ ബിരിയാണി, ചിക്കൻ ബിരിയാണി മാത്രമേ കഴിക്കുള്ളൂ. കാരണം ബാക്കി എല്ലാത്തിനും പ്രീമിയം റെസ്റ്റോറൻ്റ് ആയതുകൊണ്ട് ഭയങ്കര റേറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ചിക്കൻ ബിരിയാണി കുഴപ്പമില്ല, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. കാരണം കാര്യമായിട്ട് എരിവും കാര്യങ്ങളൊന്നുമില്ല. ഒരു ആവറേജ് അനുഭവമായിരുന്നു കോക്കിയിൽ കഴിച്ചപ്പോൾ കിട്ടിയത്. അവിടെ ബാക്കി കുറേ സാധനങ്ങളുണ്ട്, പക്ഷെ ഒന്നും ട്രൈ ചെയ്യാനുള്ള ഫണ്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലാത്തതുകൊണ്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയില്ല. പിന്നെ ഇപ്പോൾ ഇവിടെ കുറച്ചായി ഇരുന്ന് അപ്പാപ്പനമ്മയുടെ അടുത്തൊക്കെ സംസാരിച്ചിട്ട് നമുക്ക് വീട്ടിൽ പോകാം. കാരണം ജക്സ് സ്കൂളിൽ വിട്ട് വന്നിട്ടുണ്ടാവും. സോ കീ ഒക്കെ സെറ്റാക്കി വെച്ച് അവൻ്റെ അടുത്ത് കയറി ഇരുന്നോളം പറഞ്ഞിട്ടുണ്ട്. അപ്പുറത്തെ വീട്ടിൽ കീ കൊടുത്തിട്ടുണ്ട്. അവൻ്റെ അടുത്ത് ഡേറ്റ് ഞങ്ങളെ കണ്ടില്ലെങ്കിൽ കയറി ഇരുന്നോളം പറഞ്ഞിട്ടുണ്ട്. സോ എന്തായാലും നമുക്ക് തിരിച്ച് പോകണം. സോ എന്തായാലും കുറച്ച് നേരം സംസാരിച്ചിട്ട് ഗൈസ്, അപ്പോൾ അങ്ങനെ അമ്മ വീട്ടിലൊക്കെ പോയി തൃശ്ശൂർ കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റാക്കി നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. സോ എത്തിയപ്പോൾ അതേ സമയം 6:30 ആയിട്ടുണ്ട്. സോ സംഭവം അടിപൊളിയായിരുന്നു ഇന്നത്തെ ദിവസം. അത്യാവശ്യം തൃശ്ശൂർ ചെന്ന് ഭയങ്കര ബ്ലോക്കും സീനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്തോ ജാതിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇച്ചിരി പണിയായിരുന്നു. ബട്ട് സ്റ്റിൽ സംഭവം കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ നടന്ന് സെറ്റായിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കുക. നാളെ ഒരു അടിപൊളി വ്ളോഗ് എല്ലാവർക്കും. സോറി ഗൈസ്, നാളെ അടിപൊളി വ്ളോഗ് അല്ല, നാളെ ഒരു ഫുഡ് വ്ളോഗാണ്. കാരണം ഞായറാഴ്ച ആയതുകൊണ്ട് നാളെ ഫുഡ് വ്ളോഗായിരിക്കും. സോ എല്ലാവരും കാത്തിരിക്കുക. ഏത് റെസ്റ്റോറൻറ്റിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നതിന് വേണ്ടി കാത്തിരിക്കുക. സോ നാളെ ഒരു ഫുഡ് വ്ളോഗിൽ കാണുന്നവരെ എല്ലാവർക്കും